ഹായ്. അസൂയക്കാരങ്ങനെ പലതും പറയും. അസൂയക്കാർ അങ്ങനെ പലതും പറയും. ഞാൻ ഇന്നലെ അബുദാബി ഖാലിദിൽ പോയിട്ട് ഖലീഫ എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ മൂവി കണ്ടു. നല്ല മൂവി. 100-ൽ, അതായത് 100-ൽ ഒരു 95 മാർക്ക് നമുക്കതിന് കൊടുക്കാം. 100-ൽ കൊടുക്കണമെന്നില്ല. കുറേ പേര് ആ പടം ശരിയില്ല, നല്ല പടമല്ല, പൃഥ്വിരാജിന് എന്ത് പറ്റി, കുറേ പേർ പറയുന്നു അതിൻ്റെ അകത്ത് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന മോഹൻലാൽ, ലാലേട്ടൻ എന്തിനാ ഗസ്റ്റായിട്ട് വന്ന്, ലാലേട്ടൻ മെയിനായിട്ട് അഭിനയിച്ച് പൃഥ്വിരാജ് ഗസ്റ്റ് ആവട്ടെ, അല്ല പൃഥ്വിരാജ് ഡയറക്ഷൻ മാത്രം ചെയ്തിട്ട് അഭിനയം ശരിയില്ല. പൃഥ്വിരാജ് നല്ല ഡയറക്ടറാണ്, നല്ല അഭിനേതാവാണ്, ഒക്കെയാണ്. ഇതും നല്ല സൂപ്പർ പടമാണ്, ഒരു നല്ല സ്റ്റോറിയുമാണ്. പിന്നെ അസൂയക്കാരങ്ങനെ പലതും പറയും. ഞാൻ ഇന്നലെ കണ്ടതിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ലാത്തൊരു ഡയറക്ഷനാണ്. കുറച്ച് മലയാളീകരിച്ചിലും കുറച്ച് ഹിന്ദി ടൈപ്പ് മോഡൽ, കുറച്ച് തമിഴ് എല്ലാം കൂടി ചവന്ന ഒരു മോഡലാണെന്ന് മാത്രം. ഫൈറ്റിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനകത്ത് വില്ലനായിക്കോട്ടെ, പിന്നെ രഞ്ജി പണിക്കർ, ഇന്ദ്രൻ സേട്ടൻ, പിന്നെ നമ്മുടെ ഷമ്മി തിലകൻ, അങ്ങനെ ഒരുപാട് പേര്, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റന്മാരുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. കുറച്ച് ആർട്ടിസ്റ്റന്മാർ കൂടുതലുണ്ട് ഈ സിനിമയിൽ. സൂപ്പർ സിനിമയാണ്. പിന്നെ പൃഥ്വിരാജിനെ നിങ്ങൾ അഭിനയം പഠിപ്പിക്കണ്ട. കാരണം പുള്ളി, നിങ്ങളൊക്കെ പൃഥ്വിരാജിൻ്റെ അഭിനയം സിനിമകളിൽ കൂടെ കണ്ടത്, അതായത് തിയേറ്ററിൽ പർദ്ദയിൽ കൂടെ. ഞാൻ ഡയറക്റ്റ് കണ്ടാണ് ഈ ചക്ര മൂവിക്കകത്ത് ഉള്ള സമയത്ത് 16 ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഷൂട്ടുണ്ടെങ്കിൽ നാളെ ഷൂട്ടുണ്ടാവില്ല, ആൾട്ടർനേറ്റീവ് ഡേയ്സാണ്. എന്നിരുന്നാലും ഞാൻ ആ ലൊക്കേഷൻ പരിസ്ഥിതി തന്നെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ അഭിനയം എന്താണ്, പുള്ളിയുടെ 21ാമത്തെ വയസ്സിൽ അഭിനയിച്ച് ചക്ര മൂവി വെച്ചിട്ട് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ ആ പടം പോയി കാണുക. ഓക്കെ, താല്പര്യമുണ്ടാവും കണ്ടു കഴിഞ്ഞാൽ. പിന്നെ പുള്ളി സ്ട്രെയിറ്റ് ആണല്ലോ, നിലപാടുള്ള നടൻ ഒക്കെ ആയതുകൊണ്ട്, കാര്യങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആളായതുകൊണ്ട് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ മസ്ക് അടിക്കുന്നവരിൽ ഇന്നത്തെ കാലം ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ. നല്ല പടമാണ്, ഞാൻ സിൻസിയറായിട്ട് പറയണം. ഓക്കെ, എല്ലാവരും കാണുന്നേ ഞാൻ പറയുള്ളൂ. താങ്ക് യു. റഫീഖ് വടകര.